എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായാണ്. ചിക്കൻ ഫ്രൈ പല ടൈപ്പിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എണ്ണയിൽ വറുത്തു കോരാതെ കുറച്ച് വ്യത്യാസത്തോടെയാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനായി ആദ്യം 8-10 വെളുത്തുള്ളി അല്ലി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് കുമിൻ സീഡ്, പെരുംജീരകം അല്ല, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് മല്ലിയില എന്നിവ എടുക്കാം. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി അരയേണ്ട ആവശ്യമില്ല. ഇനി ചിക്കൻ. ഞാനിവിടെ ചെറിയ പീസാക്കിയ ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കാം. പിന്നെ നമ്മുടെ അരപ്പും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ശേഷം ഈ മാരിനേറ്റഡ് ചിക്കൻ ഫ്രിഡ്ജിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ കുറച്ചധികം വാങ്ങിയപ്പോൾ കഴുകി വൃത്തിയാക്കിയ കുറച്ച് പീസ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഫ്രൈക്ക് ആവശ്യമായ വലിയ പീസ് ഇഷ്ടമുള്ളവർക്ക് അതെടുത്താലും മതി. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചിക്കൻ പീസുകൾ നിരത്താം. നന്നായി ചൂടായി വരുമ്പോൾ പാൻ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിരുന്നില്ല, എന്നാലും ഇതിൽ ധാരാളം വെള്ളമുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം പകുതി വറ്റി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി വേവിക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി എണ്ണയൊഴിച്ച് നന്നായി ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഒരു വലിയ സവാള, തക്കാളി, പച്ചമുളക് എന്നിവ നീളത്തിൽ അരിഞ്ഞെടുക്കാം. കുറച്ച് മല്ലിയിലയും അരിഞ്ഞു വയ്ക്കാം. ഇതെല്ലാം ചിക്കന് മുകളിൽ വിതറാം. കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം വീണ്ടും ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് എല്ലായിടവും യോജിപ്പിക്കാം. സവാള, തക്കാളി എന്നിവയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം മുകളിൽ മല്ലിയില വിതറിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എണ്ണയിലിട്ട് വറുത്തു കോരാതെ കിടിലൻ ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ ഈസിയായി ഉണ്ടാക്കാം. Thank you.